ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിലൂടെ മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതും ഉയർത്തപ്പെടാത്തതുമായ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ അവൻ കുടുംബബന്ധം ഒരിക്കലും മുറിക്കാത്തവനാകണം. കുടുംബബന്ധം മുറിച്ച ആളുകളുടെ അമലുകൾ അവരുടെ തല വിട്ട് കടക്കുന്നില്ല എന്നും, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരും ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താക്കന്മാരുടെയും അമലുകൾ അള്ളാഹുവിന്റെ അരികിൽ എത്തുന്നില്ല എന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു 6-7 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ, അകന്നുപോയ ബന്ധങ്ങൾ ലോഗ്യമാക്കുന്നതിൽ, കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാര് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് നന്നാക്കുന്നതിൽ നിങ്ങളൊക്കെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന വിശ്വാസമാണ് മൂന്നാമത്തെ കാരണത്തിലേക്ക് പ്രവേശിക്കാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല കേവലം ആഴ്ചകളിലൂടെ കേൾക്കുന്ന ഖുതുബകൾക്കൊന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കേൾവി പോലും നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒരിക്കലും നമ്മൾ ആരും മറക്കാൻ പാടില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ
ഒരു ജനതയെയും ഒരാൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. ഒരുപാട് വയലുകൾ കേട്ടതുകൊണ്ട്, ഖുതുബകൾ കേട്ടതുകൊണ്ട്, ഞാൻ ഇമ്മ മൗലവിയുടെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കും എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഒരാളെ തിരുത്താനോ മാറ്റാനോ സാധിക്കുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, എനിക്കൊന്ന് സ്വയം മാറണം, എന്റെ ആറടി മണ്ണിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാകൂ എന്ന് സ്വയം ചിന്തിച്ച് എന്റെ മക്കളോ കുടുംബമോ പണമോ പദവിയോ ഇതൊന്നും എന്റെ കൂടെ ഇല്ല എന്ന പൂർണ്ണ ബോധത്തോടുകൂടി മാബി അൻഫുസിഹിം ഒരാൾ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവന് മാറാൻ സാധിക്കുകയുള്ളൂ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടാതിരിക്കാനുള്ള മൂന്നാമത്തെ കാരണം, അവൻ ജ്യോത്സ്യ വിശ്വാസിയാണെങ്കിൽ അമലുകൾ അവൻ ഉപകാരപ്പെടുകയില്ല. ഇന്നീ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇടപാടാണ് ജ്യോതിഷം. പ്രവചനങ്ങളെ വിശ്വസിക്കുക, നക്ഷത്രഫലങ്ങളെ പറ്റി ആഗ്രഹിക്കുക, ചിന്തിക്കുക. ഏതാനും കാലഘട്ടം മുൻപ് വരെ അത് അമുസ്ലിമീങ്ങൾക്കിടയിലാണെങ്കിൽ, ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്കും നക്ഷത്രങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരും മൗലവിമാരും ഇന്ന് സമൂഹത്തിലുണ്ട്. അവര് ജനിച്ച കാലം നോക്കിയും ജനിച്ച സമയം നോക്കിയും എന്തൊക്കെയോ ചില ഇസ്മിന്റെ പണികൾ ചെയ്ത്, നിങ്ങൾ ജനിച്ച കാലം അത്ര ശരിയായില്ല, നിങ്ങളെ വെച്ച വീടിന്റെ ആ ഭാഗം അത്ര ശരിയായില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇന്നത് വ്യാപകമാണ്. പല നാടുകളിലേക്കും പല കാര്യങ്ങളിലേക്കും ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു. ജീവിതത്തിലുണ്ടായ ഒരനുഭവം, ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ വീട്ടുകൂടലുമായിട്ടുള്ള തിരക്കിനിടയിൽ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ 3.5 പവന്റെ മാല മോഷണം പോയി. അദ്ദേഹത്തിന് അതൊരു വലിയ സങ്കടമായി. അന്വേഷണം കൊടുത്തു, CCTV പരിശോധിച്ചു, ആരാണ് കണ്ടത് എന്ന് ബോധ്യപ്പെടുന്നില്ല. പിന്നീട് അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചൊരു ചോദ്യമാ പ്രസക്തം. അദ്ദേഹം പറയുന്നു, ഞാൻ പല നിലക്കും ആ ഒരു മോഷണം പോയ വസ്തുവിന് വേണ്ടി അന്വേഷിച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ എന്നോടൊരു വിഷയം സൂചിപ്പിച്ചു. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കണ്ടെത്തിക്കൊടുക്കുന്ന ഒരു തങ്ങളുണ്ട്, ഉസ്താദുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം വെറ്റിലയിലൊക്കെ ചില കാര്യങ്ങളും മഷിയും പുരട്ടി അത് ഏതു വഴിക്കാ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു തരും. ആ നിലക്കും നിങ്ങൾക്ക് അന്വേഷിച്ചൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത്, എന്റെ മുഖം അതൊന്ന് ഉറപ്പുവരുത്താനും അങ്ങനെ പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു 3.5 പവനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം 4 ലക്ഷം റുപ്യന്റെ മുതലല്ലേ എന്നൊക്കെ ചിന്തിക്കപ്പെടുന്ന നിമിഷ നേരം കൊണ്ട് ആ ജ്യോത്സ്യതയും പ്രവചനങ്ങളും നമ്മളെ മുശ്രിക്കീങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് പലരും, ചിലരത് തമാശക്ക് വേണ്ടിയും അതല്ലെങ്കിൽ ചിലർ കാര്യമായിട്ടും വിശ്വസിക്കും. ഉദാഹരണമായി, സുഹൃത്തുക്കളെല്ലാവരും ബീച്ചിലേക്ക് ചെന്നു. ഏതോ കൈനോട്ടക്കാരി കാക്കാത്തി കൈ നീട്ടിയിട്ട് പറഞ്ഞു, മോനെന്തോ സങ്കടമുണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും കൂടി തമാശക്ക് വേണ്ടി കാക്കാത്തിക്ക് കൈനീട്ടി. ഹസ്തരേഖം നോക്കി അവന്റെ ജീവിതത്തെ പറ്റി വിശദീകരിക്കുമ്പോ അത്ഭുതത്തോടെ ചിലർ കണ്ണുവീഴ്ച്ചു, ചിലർ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചു. മറ്റു ചില ആളുകൾ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പം മറ്റു ചിലർ പറഞ്ഞു, ഒരു തമാശക്കല്ലേ. എങ്കിൽ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, മൻ അതാ അറാഫൻ. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, ഒരു കൈനോട്ടക്കാരനെ സമീപിച്ചു, ഒരു പ്രവചനക്കാരനെ സമീപിച്ചു, ഫസ്അലഹു അൻ ഷൈഇൻ, ചില കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ചു, അവരിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, എങ്കിൽ ലം തുഖ്ബലു ലഹു സ്വലാത്തുൻ 40 യൗമൻ, 40 ദിവസത്തവന്റെ ഇബാദത്ത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ഇവിടെ വീണ്ടും ഉലമാക്കൾ വിശദീകരിച്ചു, ചോദിച്ചിട്ടേയുള്ളൂ, വിശ്വസിച്ചിട്ടില്ല. കൈ നീട്ടിയിട്ടേയുള്ളൂ, വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും ലൻ തുഖ്ബലു, കാരണം ഫസ്അലഹു,
ചോദിച്ചു എന്ന് മാത്രമേ ഹദീസിലുള്ളൂ. അത് പറഞ്ഞത് വിശ്വസിച്ചു, ഞാൻ അതൊക്കെ ഉൾക്കൊണ്ടു എന്നുള്ളെങ്കിൽ പോലും ആ ചോദ്യം അവന്റെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയും. ഇനി അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിലോ വീണ്ടും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, മൻ അതാ കാഹിനൻ, ആരെങ്കിലും അങ്ങനെ ഇസ്മിന്റെ പണിയെടുത്ത് പ്രവചനം നടത്തി മന്ത്രിച്ചൂതിക്കെട്ടി ഈ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന്റെ അരികിൽ ചെന്നു, ഫസദ്ദഖഹു ബിമാ യഖൂലു, അവൻ പറയുന്ന പലതും മനസ്സിൽ അത് സത്യമാണല്ലോ എന്ന് തോന്നി. നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളില്ലേ? ശരിയാണല്ലോ. ആദ്യത്തെ പെണ്ണുങ്ങൾ തൊലാക്ക് നടത്തിയല്ലേ? ശരിയാണല്ലോ. ഭാവിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇപ്പോഴത്തെ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ഫസദ്ദഖഹു, അവനത് വിശ്വസിച്ചു. ഈ കൂട്ടത്തിൽ ഉലമാക്കൾ മറ്റൊന്നും കൂടി രേഖപ്പെടുത്തി, ചില ആളുകൾക്ക് കൈനീട്ട വിശ്വാസം. ഏതെങ്കിലും അഭിസാരികകൾ വന്ന് ചെയ്താൽ അത് ഗംഭീരമാകും, ഏതെങ്കിലും ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് കച്ചവടാവും. ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ എന്തെങ്കിലും ഒരു അബദ്ധ പ്രവചന വിശ്വാസത്തിന്റെ പിന്നാലെ ചെന്ന് അത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിറായി മാറും. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു അറിയിച്ചു കൊടുത്തതിൽ അവിശ്വസിച്ച കാഫിറായി അവനെ അല്ലാഹു രേഖപ്പെടുത്തും. മദീന പള്ളിയിൽ അള്ളാന്റെ ഹബീബ് ഒരിക്കൽ ഇരിക്കുമ്പോ ഒരു കുട്ടിയുടെ കയ്യും പിടിച്ചൊരു മാതാവ് കയറി വന്നു. തിരുദൂതന്റെ മുൻപിലേക്ക് വന്ന കുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് അള്ളാന്റെ റസൂലുള്ള കണ്ടു. അത്ഭുതത്തോടെ പ്രവാചകൻ ചോദിച്ചു, എന്തിനാണ് ആ ചരട്? കുട്ടിയുടെ മാതാവ് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, കുട്ടിക്ക് ദോഷം ബാധിക്കാതിരിക്കാൻ. കുട്ടിയുടെ ശരീരത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. വീണ്ടും അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ആരെ ഇത് ചെയ്തത്? ഞങ്ങളെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദോഷബാധ ഈ ഏലസുകളിലൂടെയും മന്ത്രിച്ചൂതിയും കൊടുത്ത് ശമനം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ഈ കുട്ടിയുടെ വല്യുപ്പ ചെയ്യിച്ചതാ. ഉടനെ തന്റെ കൈകൊണ്ട് ആ ഒരു കറുത്ത ചരട് പൊട്ടിച്ചെറിഞ്ഞിട്ട് തിരുദൂതൻ പറഞ്ഞു, ഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹിനൻ, ആ ചരട് നിന്റെ ക്ഷീണം കൂട്ടുകയല്ലാതെ, നിന്റെ ദുരിതം കൂട്ടിത്തരികയല്ലാതെ, ലാ തസീദുക, ഒരിക്കലും നിന്റെ ആശ്വാസമായി നിനക്ക് ആ ചരടിനെ കാണാൻ സാധിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് വീണ്ടും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചരടുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, മൻ തഅല്ലഖ തമീമതൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചരടിനെ ആശ്രയിക്കുകയോ അത് വെളുപ്പോ കറുപ്പോ വീട്ടിന്റെ ഉത്തരത്തിലോ അരയിലോ കൈത്തണ്ടയിലോ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ അങ്ങനെ ഒരു ചരടിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ നബിയുടെ കാലഘട്ടത്തിൽ അവർ പക്ഷികളെ പറത്തുമായിരുന്നു. ഒരു പക്ഷിയെ നേരെ മുകളിലേക്കിടുമ്പോ അത് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ യാത്ര എളുപ്പമായിരിക്കും, ഇടത്തോട്ടാണ് ആ പക്ഷി പറക്കുന്നതെങ്കിൽ യാത്ര ദുരിതായിരിക്കും. ആ വിശ്വാസത്തിൽ അവര് ജീവിതത്തിൽ മാതൃകയോടെ മാർഗി കാണിക്കുന്നത് കണ്ടപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ദുശ്ശകുനം പറവയിലല്ല, നിങ്ങളെ തലയിലാണ്. അത് റബ്ബ് നിശ്ചയിച്ചതായിരിക്കും. റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പറവയെ തൊട്ടോ ഏലസിനെ തൊട്ടോ നിങ്ങൾ ഒരിക്കലും അബദ്ധ വിശ്വാസത്തിലേക്ക് പോകരുതെന്നും, നിശ്ചയിക്കപ്പെട്ടത് നിങ്ങളെ തേടിയെത്തുമെന്നും നിശ്ചയിക്കപ്പെടാത്തത് നിങ്ങളിൽ നിന്ന് തിരിച്ചു പോകുമെന്നും നബിത്തങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ആ അന്ധവിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരിക്കലും അള്ളാന്റെ അരികിലേക്ക് ചെയ്ത അമലുകൾ എത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു തമാശക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഒരു കൈനോട്ട ഹസ്തരേഖക്കാരന് കൈ നീട്ടിക്കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് ഒരു നീരാളിയാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള നിലക്ക് ആ കളിയുടെ പിന്നിൽ, കളിയുടെ മുന്നിൽ ഒരു നീരാളിയുടെ പ്രവചനം ആഘോഷിച്ചിട്ടുണ്ട് കേരളക്കര. കേരളത്തിലെ പല മുസ്ലിം ചെറുപ്പക്കാരും കുടുംബങ്ങളും ഇപ്പോഴും ആ അന്ധവിശ്വാസം നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ, പറയുന്നവന്റെ നാവ് നോക്കി 5-6 കറുത്ത പുള്ളി കാണുമ്പോ കരിനാക്കനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷികൾ ചലയ്ക്കുമ്പോഴേക്കും ഒരു ഭയപ്പാടുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കറുത്ത പൂച്ച ചാടുമ്പോഴേക്കും എന്റെ യാത്ര പ്രശ്നമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസക്കാരന്റെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. കാരണം അവൻ അള്ളാഹുവിൽ അവിശ്വസിച്ചവനും റബ്ബ് അവതരിപ്പിച്ച ഖുർആനിനെ
കൃത്യമായി മനസ്സിലാക്കാത്തവനുമാ. മൂന്നാമതായി അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അള്ള അമല് സ്വീകരിക്കാത്ത ഒരു കൂട്ടർ മദ്യപാന്മാരാ, കള്ളുകുടിയന്മാർ, ലഹരി ഉപയോഗിക്കുന്നവർ. സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്തെ ഉലമാക്കൾ ചർച്ച ചെയ്തു, കള്ളു മാത്രമാണോ പെടുക? അല്ല, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ അമലും അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. അതൊരു ചെറിയ ദിനേശ് ബീഡിയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ബംഗാളി മടക്കിത്തരുന്ന പുകലയിട്ട മറ്റേതെങ്കിലും സാധനമാണെങ്കിലും ശരി, ഒരു ലഹരിയായി നിങ്ങളെ ശരീരത്തെ കൊല്ലുമെന്നുറപ്പ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അത് മദ്യം, മറ്റേതെങ്കിലും കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ശരീരത്തിൽ പുരട്ടുന്നത്, കുത്തിവെക്കുന്നത്, നാവിനടിയിൽ പറ്റിച്ചു വെക്കുന്നത്, ചവച്ചരയ്ക്കുന്നത്, എങ്ങനത്തതാണെങ്കിലും ശരി, കുല്ലു മുസ്കരിൻ ഹറാം, നിങ്ങൾക്കത് നിഷിദ്ധമാ. അത് ചെറിയ ഒരു ഉറുപ്പ്യക്ക് 3 എണ്ണം കിട്ടുന്നതാ, മറ്റതൊക്കെ വലിയ പൈസക്കാർ വലിക്കുന്നതാ എന്ന് ചിന്തിക്കണ്ട. ഇന്ന് മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി വലിച്ചു തള്ളുന്ന ഹുക്കകൾ വരെ അറേബ്യൻ സംസ്കാരം കേരളത്തിലെ പെൺമക്കളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ ചെരുവിലും ചെന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത ലൈറ്റുകൾക്ക് നടുവിൽ വലിച്ചു തള്ളുമ്പോ അതൊരു ആവേശമായി പ്രകടിപ്പിക്കപ്പെടുന്നു. അത് വലിക്കുന്ന റീൽസ് ഇടുന്നു, ആളുകൾക്ക് മുൻപിൽ ആവേശം കൊള്ളുന്നുണ്ട് എങ്കിൽ കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാം നിഷിദ്ധമാക്കപ്പെട്ടതാ. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മൻ ശരിബൽ ഖംറ, അവൻ കുടിച്ചത് കള്ളാണെങ്കിൽ, ഇനി അവൻ ഉപയോഗിച്ചത് ലഹരിയാണെങ്കിൽ, ലൻ തുഖ്ബലു ലഹു സ്വലാത്തുൻ 40 സ്വബാഹൻ, 40 ദിവസത്തെ ഇബാദത്ത്, നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്യം വ്യാപകമാകുകയാ. ഏറെ സങ്കടകരം, ഈ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട കള്ള് ഷാപ്പുകൾ വീണ്ടും തുറക്കപ്പെടുന്നു. പൂട്ടിയിരുന്ന ബാറുകൾ വീണ്ടും തുറക്കപ്പെടുന്നു. മദ്യമുക്തമാകേണ്ട കേരളത്തെ അങ്ങേയറ്റം മദ്യത്തിന്റെ ആസക്തിയുള്ളവരാക്കി മാറ്റി. തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പബ്ബുകൾ പോലും തുറക്കപ്പെടുന്ന സാഹചര്യം ഇന്ന് ഈ കേരളക്കരയിൽ അനുവദിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രികാലത്തിൽ ചെറുപ്പക്കാര് തെരുവിലിറങ്ങാൻ തുടങ്ങി. ആണും പെണ്ണും രാവിനെ പകലാക്കാൻ തുടങ്ങി. നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ 4 പബ്ബുകളിൽ 2 നമ്മളെ നാട്ടിലാണ് എന്നുള്ളത് ഓരോ രക്ഷിതാക്കളെയും ഏറെ ചിന്തിപ്പിക്കണം. 14 ജില്ലകളിൽ അനുവദിക്കപ്പെട്ടതിൽ 4 എണ്ണത്തിൽ ഇന്ന് തുറക്കപ്പെട്ടതിൽ 2 കേരളത്തിലെ നമ്മളെ ജില്ലയിലാണ് എന്നുള്ളതും, തുറക്കാൻ കാത്തിരിക്കുന്ന 3ഓളം പബ്ബുകൾ ഉള്ളത് ഇതേ ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതും, മറ്റേത് ജില്ലയെക്കാളേറെ ഭക്ഷണപ്രിയരും ആസ്വാദനപ്രിയരും അതിനേക്കാളേറെ രാത്രികാലം പകലാക്കാൻ വെപ്രാളപ്പെടുന്നവരും നമ്മളെ ചുറ്റുഭാഗത്താണ്, നമ്മളെ നാട്ടിലാണ് എന്നുള്ളതും നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കണം. കല്യാണത്തിന് കുപ്പി, വാപ്പ മരിച്ചാ കുപ്പി, പെണ്ണുങ്ങൾ പ്രസവിച്ചാ കുപ്പി, മക്കൾ ജനിച്ചാ കുപ്പി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരാൻ തുടങ്ങി. അതിനുവേണ്ടി നിയമങ്ങൾ പോലും അവർക്ക് പിന്നാലെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ അല്പം സേവിക്കലൊക്കെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കാണുകയാ. ചിലർ പറയും, ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കലില്ല, ചെറുതെന്തെങ്കിലുമൊക്കെ, അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. ചെറുതും വലുതും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉപയോഗിക്കുന്നവരുണ്ട്. കുല്ലു മുസ്കിരിൻ എന്ന് പറഞ്ഞാൽ അതിൽ ചെറുത് വലുത് എന്ന വേർതിരിവ് നമ്മൾ കൊടുക്കേണ്ടതില്ല. അത് സർക്കാർ തന്നെ എങ്ങനെ പറയുന്നു, നിർമ്മിക്കുന്നവരെന്നെ എങ്ങനെ പറയുന്നു, അത് ശരീരത്തിലേക്ക് ചെന്നാൽ നമുക്ക് ഈ സ്റ്റോണിന്റെ അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ന്യായീകരണങ്ങളല്ലേ? ഒരു മനുഷ്യൻ അള്ള നിഷിദ്ധമാക്കി എന്ന് ഓർമ്മപ്പെടുത്തിയാൽ അത് വേണ്ട. പലിശയെപ്പോലെ അത് 30 ഉറുപ്പ്യ പലിശ കിട്ടുമ്പോ 29 ഞാൻ ആർക്കും കൊടുക്കാം, ഒരു 50 പൈസ എനിക്ക് എടുത്തൂടെ എന്ന് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അതേ നിലപാട് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ, റസൂലേ അവർ നിന്നോട് ചോദിക്കും കള്ളിനെ പറ്റിയും മൈസറിനെ പറ്റിയും. എന്താ മൈസർ? ചൂതാട്ടം. പണ്ടുകാലത്ത് അത് കത്തുകളിയായിരുന്നു, ഷീട്ടുകളിയായിരുന്നു. ഇന്ന് പല കോലത്തിലും പൈസ വെച്ചിട്ടുള്ള വെറൈറ്റി കളികളാ. അമ്പലപ്പറമ്പുകളിൽ, പൂരസ്ഥലങ്ങളിൽ, വാർഷികാഘോഷങ്ങളിൽ, ബീച്ചുകളിൽ ആളുകൾക്ക് 10 ഇട്ട 500 കിട്ടണം, 100 ഇട്ട 1000 കിട്ടണം. കിട്ടുന്നത് വാരിപ്പിടിച്ച് പരക്കം പാഞ്ഞു പോകുമ്പോ അതെനിക്ക് ഹറാമാണ് എന്ന ചിന്ത പോലും വരുന്നില്ലെങ്കിൽ കുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ, അത് വമ്പിച്ച പാതകമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നില്ല. ഓരോ രംഗത്തും നമ്മൾ ഇടപെടുമ്പോ ഒരു മനുഷ്യനെ ഏറ്റവും നല്ലവനാക്കുന്നതും ആ നല്ല മനുഷ്യനെ കൊണ്ട് സമൂഹം ഭദ്രമാക്കുന്നതും അള്ളാഹുവിന്റെ ദീന. ആ ദീന് നമ്മൾ കൈവിട്ടപ്പോഴാണ്
എല്ലാ രംഗവും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം, ഒരു ഭാഗത്ത് പേരിന് ദീന് കൊണ്ട് നടക്കുന്നവര് കുടുംബമായിട്ട് പിണങ്ങുന്നു, ഒരു ഭാഗത്ത് ദീനിനെ തല്ലയിലേറ്റുന്നവര് കുടുംബത്തിൽ പരസ്പരം അനുസരണയില്ലാതെ ജീവിക്കുന്നു. ദീനുണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ പലർക്കും രഹസ്യമായ അന്ധവിശ്വാസങ്ങൾ ഹൃദയത്തിൽ കയറുന്നു. ദീനുണ്ടെന്ന് വാശിപിടിക്കുന്ന പലർക്കും അവനാന്റെ സമ്പാദ്യത്തിൽ പോലും അല്ലെങ്കിൽ കുടിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഹക്കും ബാത്തിലും വേർതിരിക്കാൻ പറ്റാതായി പോകുന്നു. അവിടെയാണ് മതം നമുക്കൊരു ഗുണവും ചെയ്യാതായതും മതവിശ്വാസിയാണെന്ന് പറഞ്ഞ് റബ്ബിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹു നരകം തരുന്നതും ആ സ്വഭാവത്തോടെ ജീവിക്കുമ്പോഴാണ്. അതില്ലാതിരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ കേട്ട് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോ അത് പ്രവൃത്തി കൊണ്ട് റബ്ബിന്റെ മുൻപിൽ സത്യപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അമലുകളും ഈ കൂടിയിരിക്കുന്ന ജുമുഅ എന്ന പവിത്രത പോലും ഇത്ര ത്യാഗം ചെയ്ത് നമ്മൾ ചെയ്യാനുള്ള കാരണം ഇതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നാളെ റബ്ബിന്റെ മുൻപിൽ കാണണം എന്ന പ്രതീക്ഷയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിന്റെ അരികിൽ രേഖപ്പെടുത്തുന്നില്ല എന്നും ഒരു ഇബാദത്ത് പോലും തല വിട്ടുകിടക്കുകയോ ആകാശം തുറന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും ചിന്തിക്കുമ്പോൾ ഈ അധ്വാനിക്കുന്ന സമയവും ആരോഗ്യവും ചെലവഴിക്കുന്ന പണവുമൊക്കെ ഒരു നേട്ടവും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നതോടൊപ്പം ആ മനുഷ്യനോട് അള്ളാഹുവിന് വലിയ വെറുപ്പുമായിരിക്കും. സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുമ്പോ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു, മൻ ഗസ്സന ഫലൈസ മിന്നാ. വിശ്വാസ വഞ്ചന കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അവർ എന്നിൽപ്പെട്ടവനല്ല. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് സർവ്വവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാ വിശ്വാസ വഞ്ചന. യഥേഷ്ടം ആളുകൾ വാക്കുമാറ്റി പറയുന്നു, യഥേഷ്ടം സാമ്പത്തിക രംഗത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ആർക്കും ആരെയും പറ്റിക്കാം. ഞാൻ കണ്ട സ്വപ്നത്തിനു വേണ്ടി എനിക്കാരുടേതും കുത്തിപ്പിടിച്ചു വാങ്ങാം, കൊള്ളലാഭമെടുക്കാം. ഏത് കള്ളത്തരത്തിലൂടെയും എന്റെ പ്രൊഡക്റ്റ് എനിക്ക് വിൽപ്പന നടത്താം. ആരുടെ മാനം വെച്ചു എനിക്ക് പൈസ ഉണ്ടാക്കാം എന്ന ഒരു രീതിയിലേക്ക് നാടും സമൂഹവും മനുഷ്യനും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ വഞ്ചന എന്നുള്ളത് ഒരു വലിയ ഗൗരവമായിട്ടൊന്നും ആരും കാണുന്നില്ല. സാമ്പത്തിക രംഗത്തുള്ള ചതികൾ ഇന്ന് നേരം വെളുത്തപ്പോൾ പോലും നമ്മൾ കേട്ടു. വിശ്വാസ വഞ്ചനയുടെ പേരിൽ ഒരു കുടുംബം കാറിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കുടുംബനാഥൻ അഗ്നിക്കരയായി മരണപ്പെട്ടു. മാരക തീപ്പൊള്ളലേറ്റ് കുടുംബം ആശുപത്രിയിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ വീണ്ടും കേട്ടു, കടം വാങ്ങി തിരിച്ചു ചോദിച്ചു, കൊടുക്കാതായപ്പം വീട് തീയിട്ട്, വാഹനം തീയിട്ട് സ്വന്തം മാറും ശരീരവും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആങ്ങൾക്ക് പെങ്ങളോട് ദേഷ്യം, പെങ്ങളെ കാങ്ങളനോട് ദേഷ്യം, ബാപ്പാന്റെ 5 മക്കൾക്ക് തമ്മിൽ കടിച്ചു കീറാനുള്ള പക. കാരണം വിശ്വാസവഞ്ചന. കൂട്ടുകക്ഷികളായി ബിസിനസ്സിൽ ചേർത്തു, ലാഭം തോന്നിയപ്പം കൂട്ടുകാരനെ ചതിച്ചു, വിശ്വാസവഞ്ചന. വാഹനം വിൽപ്പന നടത്തി, കൊണ്ടുവന്ന വാഹനം ഭംഗിയായത് കണ്ട് സന്തോഷത്തോടുകൂടി കഴുകാൻ ആരംഭിച്ചു. കഴുകുന്നതിനനുസരിച്ച് പൊട്ടിയിളകി തുരുമ്പ് പിടിച്ച വാഹനം, വിശ്വാസവഞ്ചന. കുടിക്കുന്ന വെള്ളം മുതൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ സർവ്വതിലും വിശ്വാസവഞ്ചന. എത്ര വോഗേസുകളാ കേരളത്തിൽ കുനിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് കുപ്പായം ധരിച്ചൊന്നെങ്കിൽ ഭാര്യയെയും കൂട്ടും, അല്ലെങ്കിൽ സ്വയം അണിഞ്ഞൊരുങ്ങി
ഏതൊന്നു പോലും അറിയാത്ത സ്ഥാപനത്തിൽ ചെന്ന് പരക്കെ ഭക്ഷണം നിരത്തി വെച്ച് കടിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ ആ വിഷം തീറ്റിക്കാൻ വേണ്ടി കൊണ്ടെത്തിക്കുന്നവര്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്ന സാധനത്തെ പറ്റി ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്തവര്, ഇങ്ങനെയൊക്കെ ആൾക്കാരെയും പറ്റിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ 4 ചുമരുണ്ടെങ്കിൽ, 295 റീചാർജ് ഉണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്തും ജനങ്ങൾക്കിടയിലേക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. ആ പാവങ്ങൾ അങ്ങ് വിശ്വസിക്കും, അവരങ്ങ് വാത്തൊടാതെ വീങ്ങും എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പണമുണ്ടാകും, പദവിയുണ്ടാകും, ഫോളോവേഴ്സ് ഉണ്ടാകും, സ്റ്റാറ്റസ് ഉണ്ടാകും, ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലൊക്കെ തിന്നാനും കിട്ടും. പക്ഷേ മൻ ഗസ്സന ഫലൈസ മിന്ന, പേര് മുസ്ലിം ആയതുകൊണ്ടോ കുടുംബം വാപ്പാന്റേത് മുസ്ലിം ആയതുകൊണ്ടോ അവൻ ഒരിക്കലും ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടാൻ അർഹതയില്ലാത്തവനാ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവനവന്റെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലെത്തണേ. ഈ പറയപ്പെട്ട സൂക്ഷ്മതയിലൂടെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റണം. വരാനിരിക്കുന്ന റമളാനിനെ വലിയ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാണുന്നത്. ആ റമളാനിലേക്ക് നമ്മൾ എത്തുമോ എന്ന് പോലും ഉറപ്പില്ലെങ്കിൽ, ആ റമളാനിൽ അള്ളാഹ് അവസരം നൽകുകയാണെങ്കിൽ, ഇനി എന്റെ ജീവിതത്തിൽ എന്റെ ഒറ്റക്കുള്ള യാത്ര മനോഹരമാക്കാനാണ് എന്റെ ജീവിതം ഇന്ന് ചിന്തിച്ച് തയ്യാറാകുമ്പോഴാണ് റമളാനും സ്വതക്കയും ഇബാദത്തും ഖുർആനോത്തും പള്ളികളും ഒക്കെ സജീവാകേണ്ടത്. ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. ആരുടെ സ്വഭാവത്തിനാണോ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ. അസുഖങ്ങളെല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم انصر لغزة. നാദാ, ലോകത്തിന്റെ നാനാഭാഗത്ത് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ നാടിനോടും ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബെ. പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന ആളുകൾ, എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത്, ആ ഹൈറായതിലേക്ക് അവർക്ക് സമാധാനം നൽകി ക്ഷമയോടെ അതിനെ നേരിടാൻ ഓരോ കുടുംബത്തിനും രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവർ, ഹറാമായ ലോണ് പോലെയുള്ള സമ്പാദ്യത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവര്, മരണത്തിന്റെ മുൻപ് എല്ലാം ഹലാലാക്കി ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആരോഗ്യം കൊണ്ടും ആയുസ് കൊണ്ടും പരിശുദ്ധ റമളാനിനെ ജീവിതത്തിലേക്ക് നല്ല നിലയിലാക്കാൻ നീ തൗഫീക്ക് നൽകുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.